അപ്പോൾ ബ്രോ താങ്ക് യു. അപ്പോൾ എന്തായാലും വിളിക്കാം. അപ്പോൾ ഞാൻ യാത്ര ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആളോട് പറഞ്ഞ ഇവിടുന്ന് ഇറങ്ങാനാണ്. അപ്പോൾ ഇനി ഡോർഡോയിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഭൂജിലാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പുള്ളിയില്ല, ആള് അടിപൊളി മനുഷ്യനായിട്ട്. ആള് കൊല്ലംകാരനാണ്. ആളുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ ഇതാണ് കണ്ട. ആള് ഭയങ്കര അധികം സപ്പോർട്ടായിരുന്നു. ആള് എന്നോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഭൂജിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കച്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, എന്തോ എന്നെ കൊണ്ടാവുന്ന എന്തും ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നാരായണ സരോവരം ഉണ്ട്, അവിടെ നിന്ന് ഡോറിഡോ പോകുന്നുണ്ട്. അപ്പോൾ ഡോറിഡോ എത്തുമ്പോൾ എന്തായാലും വിളിക്കണം, കാരണം ആൾ ആ ഒരു ഭാഗത്തായിട്ട് വർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ എത്തിയിട്ട് ആളെ വിളിക്കണം എന്തായാലും. അപ്പോൾ ആൾ നല്ലൊരു രീതി നമുക്ക് അക്കോമഡേഷനും എല്ലാ കാര്യവും. ഞങ്ങൾ ഇതെല്ലാം നൈറ്റൊക്കെ കറങ്ങാനൊക്കെ ഇറങ്ങിയാന്നേ. അപ്പോൾ ക്യാമറയിലാണെങ്കിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടിപൊളി മനുഷ്യരായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി നേരെ ഇനി നമ്മൾ നാരായണ സരോവർ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇനി 100-something കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തിരിക്കാം. ഇതാണ് റൂട്ട്. വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ BSFൻ്റെ ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ബ്രോ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നത്, ഈ കച്ച് എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഏകദേശം 2000 കാലഘട്ടത്തിൽ ഒരു ഭൂകമ്പം വന്ന് ആകെ നശിഞ്ഞ് ഇടങ്ങേറായിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കുറേ ആളുകൾ മരിച്ചു വീഴുകയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് റിക്കവർ ചെയ്തത് ഏകദേശം കുറച്ച് ടൈം എടുത്തെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് കുറേ സാമ്പത്തിക സഹായങ്ങളും അങ്ങനെ കുറേ വന്നു. അപ്പോൾ ഇവർ നേരെ അതുകൊണ്ട് ചെയ്തത് നേരെ ധാരാളം ബിസിനസ്സുകൾ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും അതിൽ നിന്നാണ് ഇവർ പിന്നെ ഉയർന്നു വന്നത്. അത്യാവശ്യം ഇവിടെ ഇഷ്ടംമാതിരി വലിയ വലിയ കുറേ കമ്പനികളുണ്ട്. ടാറ്റേൻ്റെ തന്നെ എന്തോ വലിയൊരു ഇതുണ്ട്. അപ്പോൾ എന്നോട് പുള്ളിയെ പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗുജറാത്തിൽ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതായിട്ട് അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് ഇവിടെ ഒരു ഭൂജ് എർത്ത് മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അന്ന് സംഭവിച്ചതിൻ്റെ ഭാഗങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 300 രൂപ എന്തോ ടിക്കറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ ഒരു ഇത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനെ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ വന്ന വഴിക്കാണത് ഞാൻ കവർ ചെയ്ത് കുറേ പോകുന്നു അവിടെ നിന്ന്. അപ്പോൾ അത് കയറിയില്ല ഞാൻ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആൾ നമുക്ക് പറഞ്ഞൊരു ചെറിയൊരു അറിവാണ്. അപ്പോൾ അത് എനിക്കറിയാം, ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തേ. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഈ കാര്യം. അപ്പം എന്നാലും നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നോട്ട് പോകാം. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ. ഇതാണ് ഇപ്പോൾ ഇത് കണ്ട നമ്മൾ നിൽക്കുന്നത് തണലാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം മിന്നുമില്ലുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിലുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ എന്തോ കൃഷി ഇവിടെ എന്തോ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഇവിടെ ഇപ്പോൾ ഒരു തണുപ്പുണ്ട്. വെയിലും വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു തണുത്ത കാറ്റ് ഓടിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല. എന്നാലും പോവാനുണ്ട് നമുക്ക് ദൂരം. കണ്ടില്ലേ, ഇതാണ് കാലാവസ്ഥ ഇപ്പോൾ. ഇതാ ഇടയ്ക്ക് വെയിൽ വരും കേട്ടോ. ഇടയ്ക്ക് വെയിൽ വന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തണുത്ത കാറ്റടിക്കേണ്ട. അത് കാരണം ചെറിയൊരു ആശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ അങ്ങനെ ഒന്നും കഴിച്ചില്ല. ഞാൻ എന്തോ ഒരു ചായയും പിന്നെ എന്തോ ജിലേബി എന്തോ കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല, വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ സമൂസ ഉണ്ടായിരുന്നു. പിന്നെ സമൂസ ഞാൻ കഴിക്കാൻ നിന്നില്ല. സമൂസക്ക് എന്തോ 20 എന്തോ സമൂസക്ക്, ചെറിയ സമൂസ. പിന്നെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ റോഡ്
ഇവിടുന്ന് എവിടുന്നെങ്കിലും നമ്മളെ സൈക്കിളിലെ ക്യാരിയർ കിട്ടുകയാണെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നത്. കാരണം ഭയങ്കര പണിയാണ്, ഭയങ്കര സൗണ്ട് ഉണ്ട് സൈക്കിളിന്. പിന്നെ അതേപോലെ ചവിട്ടുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം നോക്കണം. ഈ നക്കത്രാണെന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം സിറ്റിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് എന്നോട്. നമ്മുടെ പോയി നോക്കണം അവിടെ എന്തായാലും. ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് വരാൻ വായിക്കുന്നത് മസാല ദോശയാണ്. കാരണം ഇവിടെ മിക്ക സ്ഥലത്തും ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ഉച്ചക്കത്തെ ഫുഡിന്. അപ്പോൾ 150, 130 പിന്നെ കുറേ അന്വേഷിച്ച് പിന്നെ ഒന്നും കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ പിന്നെ മസാല ദോശയെന്ന് വിചാരിച്ച് കഴിക്കണം. അതിന് എത്ര 60-70 ഉള്ളൂ. അപ്പോൾ അത് കാരണം മസാല ദോശ കഴിക്കുന്നു ഉച്ചക്ക്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമല്ലാന്ന് വിചാരിച്ചു. എന്തായാലും പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം കഴിക്ക്. എന്തായാലും വയറ് പറഞ്ഞാൽ മതി, അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നിട്ട് നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മസാല ദോശ ഉണ്ട്, ഇവിടെ ഇതെന്തോ മോരാണെന്ന് തോന്നുന്നത്. എല്ലാത്തിൻ്റെ ഒപ്പം മോരുണ്ട്. ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒപ്പം ഈ മോരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മുടെ ഉച്ചഭക്ഷണം ഇപ്പം കഴിച്ച് കഴിഞ്ഞ്, അതായത് മസാല ദോശ കഴിച്ച്. അപ്പോൾ പുള്ളി എന്നോട് പൈസ ഒന്നും മേടിച്ചില്ല. പുള്ളി എന്നോട് പറഞ്ഞ് പൈസ വേണ്ട എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഡ്ഡലിയൊക്കെ കൊണ്ടുവന്നു, 2-3 ഇഡ്ഡലി കൊണ്ടുവന്നു. എന്നോട് നീ കഴിച്ചിട്ട് പോയാൽ മതി, പൈസയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം പറഞ്ഞ ആള്. ഞാൻ പിന്നെ ആളെ വീഡിയോ എടുക്കാനപ്പോൾ ആളെ കണ്ടില്ല, ആളെന്തോ അകത്ത് തിരക്കിലായിരുന്നു. പിന്നെ അത് കാരണം പിന്നെ അവിടെ നിന്ന് പോകുന്നു ഞാൻ പറഞ്ഞ്. എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം ഞാൻ നല്ല രീതിയിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ വിശന്നിരിക്കണായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി എന്നോട് പറഞ്ഞ് കഴിച്ചോ. ഞാൻ ശരിക്കും പിന്നെ അവിടെ അത്ര റേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്ന് കഴിച്ചത്. 70 എന്തോ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പുള്ളി എന്നോട് മേടിച്ചില്ല. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അതേ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ റോഡിൽ എവിടെയൊക്കെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടമാതിരി ഇതുണ്ട്, ട്രാക്ടർ ഉണ്ട് ഇവിടെ. അതേ ചെറുത്, ചെറിയ ട്രാക്ടർ, വലുത്. പിന്നെ നമ്മൾ സൈക്കിളിൻ്റെ കടയൊക്കെ നോക്കിയിട്ട്, പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല. ഇനി പോണ വഴിക്ക് ഉണ്ടാകുന്നറിയില്ല. ഉണ്ടെങ്കിൽ കൊള്ളാറ്. കാരണം ഭയങ്കര ഇതാണ്, ബുദ്ധിമുട്ടാണ് സൈക്കിൾ കൂട്ടാൻ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. പിന്നെ ലഗേജ് ഉണ്ടല്ലോ പുറകിൽ, അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നോക്കണം പോണ വഴിക്ക്. ശരിക്കും ഇന്ന് നമ്മൾ വലിയ ഇതൊന്നും കാഴ്ചകൾ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതായത് പോണ വഴിക്ക് ഇതൊന്നും ഇല്ല ശരിക്കും. ഇതേപോലത്തെ റോഡുകൾ കാര്യങ്ങളൊക്കെയാണ്. കണ്ട അവിടെ ഒരു വിൻഡ് മില്ലൊക്കെ ഉണ്ട് അറ്റത്ത്. പിന്നെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ട് വിൻഡ് മില്ല്. അതില്ലേ എനിക്ക് തോന്നുന്നു ഇന്ന് മിക്കവാറും നമ്മുടെ നാരായണ സരോവർ എത്തൂല. അപ്പോൾ ഇവിടെ ഒരു മാതാ മന്ദിരം ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഒരു ഗുരുദ്വാറാണ്. അപ്പോൾ അവർക്ക് അവിടെ പോയി സ്റ്റേയും കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഫുഡും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. കണ്ടില്ലേ, നേരെ ഇവിടെയൊക്കെ നിറച്ചും പറ്റിയതാണ്. വിൻഡ് മില്ലുണ്ട് ഇഷ്ടംമാതിരി, കണ്ടില്ലേ, ഇഷ്ടംമാതിരി ഉണ്ട്. ഇവിടേക്ക് ഒരു വലുതുണ്ട് കണ്ടത്. അതിവിടെ അടുത്തായതുകൊണ്ടായിട്ട് അങ്ങനെ തോന്നണ. ഇഷ്ടംമാതിരിയാണ്. നല്ല കാറ്റും ഉണ്ട് അതേപോലെ തന്നെ. പിന്നെ ഇന്ന് നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചകൾ കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടി വേറെ ഒന്നുമില്ല. നമ്മളന്ന് വലിയ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല. ശരിക്കും ഇന്നൊരു വ്ളോഗിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിങ്ങനെ പോണ വഴിക്കുള്ള ഓരോരോ അനുഭവങ്ങളും ഓരോ കാഴ്ചകളും ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഡെയിലി അങ്ങനെ ചെയ്യണത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ റൂട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ നിന്നുണ്ട് 25 കിലോമീറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഉച്ചക്കൊക്കെ വെയിലുണ്ടാകുന്ന കേട്ടോ. എന്നാലും നമ്മൾ നേരത്തെ വന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നല്ലോ, അതിൻ്റെ അത്ര ഇല്ല. ഓ, അത് ഇടങ്ങേറ് വെയിലായിരുന്നത്. നമ്മൾ വല്ലാതെ ഇടങ്ങേറായിപ്പോയി, ഡീഹൈഡ്രേറ്റ് ആയിപ്പോയി. പിന്നെ എന്തായാലും നമുക്ക് ഇനി പോണേക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ഒട്ടകളെ കണ്ടിട്ടാണ്. അത് ഇപ്പം അതേപോലെ കുറേ എണ്ണം നടന്നു ഇനി. ഓ, വലിയ വണ്ടിയൊക്കെ വന്നല്ലേട്ടാ.
ഇന്നിപ്പോൾ ആളൊന്നുമില്ല. ഇപ്പോൾ ഇത് ഒറ്റക്ക് ഇത് എല്ലാം കൂടെ കമ്പനി അടിച്ചാളാ തന്നെ. വേറെ ആൾക്കാരൊന്നും കണ്ടില്ലല്ല. ഉടമസ്ഥനില്ലേ? ഹായ് ഹായ്. ആ അതാ ഹായ്. ഓ എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ഇവൻ്റെ ആണെന്ന് തോന്നണ്ടാ. എന്നെ ഫോണിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അനുസരണയുള്ള ഒട്ടകങ്ങളാന്ന് തോന്നുന്നു. ഇപ്പം കൂളായിട്ട് ഫോണിലൊക്കെ കളിച്ചിട്ടൊക്കെ പോണ്. പുറയിൽ വണ്ടിയും കാര്യങ്ങളും വന്നിട്ട് അധികം മൈൻഡ് ആക്കണ പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പിന്നിലുണ്ടെന്ന് ഇല്ലേ. വെയിലുണ്ട് കേട്ടാ. ടയർഡായി സത്യം പറഞ്ഞാൽ അതിനെ കഴിച്ചൊക്കെ തേച്ച പോലെ പോയി. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇത് ജിലേബിയും പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച്. പിന്നെ ഉച്ചക്ക് ഞാൻ പറഞ്ഞ ദോശ, നമ്മുടെ വയ്യ ദോശയും പിന്നെ 2 ഇഡ്ഡലിയും തന്നിട്ടാ അത് കഴിച്ച്. പക്ഷെ എന്നാലും ഒരു ഇതായ പോലെ ഭയങ്കര വിശപ്പ് ഇതായ പോലെ ഭയങ്കര നല്ല വിശപ്പുണ്ട്. ഇപ്പം എന്തെങ്കിലും പോണ വഴിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. എന്നാലും കഴിക്കാമല്ലാന്ന് കഴിക്കുകയും ചെയ്യുക ഉറങ്ങുകയും ചെയ്യുക അവിടെ നമ്മുടെ പറഞ്ഞ മന്ദിറിൽ, അതായത് ഗുരുദ്വാറിൽ. നമ്മുടെ മറ്റേ ആ ഇതില്ലേ വിൻഡ് മില്ലിൻ്റെ ആ ഇതാണ് കേട്ടോ. എന്താ പറയുക, ആ കറങ്ങണ സാധനമില്ല അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പങ്കയാണിത്. അതായത് വിൻഡ് മില്ലിൻ്റെ മറ്റേ ഒരു പങ്കില്ല, 3 പങ്ക ഉണ്ടാവില്ല, അതിലൊരു പങ്ക. കാരണം വായിലേക്ക് കിട്ടാനുള്ള പറയാൻ ഇത് പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് വായിൽ കറക്റ്റായിട്ട് കിട്ടാം. അത് ഇവിടെ ഇഷ്ടമാതിരി അവിടെയൊക്കെ ഇതിൻ്റെ എല്ലാ സെറ്റപ്പ് സാധനങ്ങളുണ്ട്. ഇവർ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യണമെന്ന് കുറേ ഇത് വണ്ടിക്ക് വലിയ വണ്ടിക്കൊക്കെ കൊണ്ടുവന്നിട്ട്. ഹായ്. അവർ കൈ കാണിച്ചതാണോ വിളിച്ചതാണോ അറിയില്ല. കൈ കാണിച്ചായിരിക്കും വിളിച്ചായിരിക്കോ അറിയില്ല. എന്തായാലും പോവാം. വിളിച്ചാണെങ്കിൽ പോവാർന്ന് അങ്ങാട്. ഓ അറിയില്ലല്ലോ. हाय हाय ब्रो, आप कैसे हो? अच्छा दिक्कत? हाय हाय भाई, और बड़े भाई कैसे हो? अच्छा है सब खैरियत है? आप भैया कहाँ से आ रहे हो अभी? मैं केरला से कश्मीर है ना प्लान, वो इधर डोरिडो नारायण सरोवर। നമ്മളിപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് കുറച്ച് നേരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വണ്ടിക്ക് വന്നിട്ട് നമ്മളോട് നിർത്ത് ഒന്ന് 2 മിനിറ്റ് വയ്ക്കുക എന്നൊക്കെ ചോദിച്ച് നിർത്തിയാൽ മതി. ओके भैया, ओके ओके, थैंक यू अच्छे से जाओ, आपको कोई दिक्कत नहीं होना चाहिए, बस अच्छे से जाओ। थैंक यू आपके लिए दुआ करेंगे हम लोग, अच्छे से पहुंचो। थैंक यू भैया, मकसद तक मकसद पूरा करो अपना। ओके, सी यू। ठीक है, बाय बाय। അപ്പോൾ ഇവർ നമ്മളോട് ഒന്ന് നിർത്താമെന്ന് വെച്ചാൽ 2 മിനിറ്റ് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടി ഒതുക്കിയതാണ് പാവങ്ങൾ. എന്തായാലും കണ്ടതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോവാം. ഓക്കെ, സി യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം ഇതേപോലെ ആളുകളാണ്. കാരണം ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ ഒപ്പം സംസാരിക്കുകയും നമ്മളെ യാത്രയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. നല്ല ഇതാണ്. കാരണം ഇത് ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം ചില ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ വെയിൽ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെയായിട്ട് നമ്മൾ റൈഡ് ചെയ്യാനുണ്ടാവും. പക്ഷെ ഇതുപോലെ ആളുകൾ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അതാണ് ഏറ്റവും ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം എന്ന് പറയണത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതേപോലെ ആളുകൾ വന്ന് സംസാരിക്കുന്നതും വളരെയധികം സന്തോഷമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ വേറെ പണി കിട്ടി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ ക്യാരിയറിൻ്റെ പ്രശ്നം തന്നെ. ക്യാരിയർ കുറച്ച് ഇടങ്ങിയാണ് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചത്. കാരണം ക്യാരിയർ മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വേറെ കടകളൊന്നുമില്ല ഈ ഏരിയയിൽ. വന്നൊഴിക്ക് നോക്കി, പക്ഷേ ഒരു കടകളും കിട്ടിയില്ല. അവസാനം ഇതാണ് ഏരിയ. ഇവിടെ ഒരു കട പോലും, ഒരു കട പോയിട്ട് ഒരു ഒന്നുമില്ല ഇവിടെ ശരിക്കും. ആകെ ഇങ്ങനെ കുറേ കൃഷിഭൂമിയും
കുറേ വിൻഡ്മില്ലും കുറേ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതെ നമ്മുടെ ക്യാരിയർ ഇതില്ലേ, ഈ മെയിൻ സാധനമില്ലേ താങ്ങ്, അത് ഒടിഞ്ഞു പോയി കണ്ടോ. അത് ഒടിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇരിക്കണണ്ട, അത് വിട്ടിരിക്കണണ്ട. പിന്നെ ഇവിടെയൊക്കെ ജോയിൻറ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ജോയിൻറ്റ് വിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ട ജോയിൻറ്റ് വിട്ടിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. ഇപ്പോൾ വണ്ടി സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല, ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി നമുക്ക് എന്താ പറയുക, ഫുള്ളും പറഞ്ഞു വീണ രീതിയിലാണ് പോണത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം ഞാൻ നടന്ന് തള്ളിക്കൊണ്ടുവന്നു. ഇപ്പോൾ ഇനി ഞങ്ങൾ പോകണം അത്രയും പോട്ടെ, എന്തായാലും ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകണം. അപ്പോൾ എവിടെയെങ്കിലും ഒരു കട എന്തെങ്കിലും കിട്ടണമെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. വേറെ ഒന്നുമില്ല, വെൽഡ് ചെയ്യാനൊന്നും പറ്റൂല സാധനം. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് എങ്ങനെയും സെറ്റ് ചെയ്തതെന്ന് ഞാൻ വന്നൊഴുക്കി. അപ്പോൾ എന്തായാലും ഇതായിട്ട് പോകാൻ മുന്നോട്ട്. പിന്നെ ഞാനിങ്ങനെ വന്നൊഴുക്കി വേറൊരു കാഴ്ച ഉണ്ടായിരുന്നു. കാരണം ഒരു ചെറിയൊരു കൃഷി, എന്ത് കൃഷിയാണെന്ന് അറിയില്ല. അത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കിടിലം വ്യൂ പോലെ എനിക്ക് തോന്നി. കണ്ട ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ഇത് എന്താണ് അതിൻ്റെ പേര്, വിൻഡ്മില്ലും പിന്നെ അവിടെ ഒരു ചെറിയൊരു വീടുണ്ട്. കണ്ട ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്കെന്തൊരു പ്രത്യേക ഒരു ഭംഗി തോന്നി. ചെറിയ വീടും പിന്നെ ഫുള്ള് കൃഷിയും പിന്നെ അതുപോലെ വിൻഡ്മില്ലിൻ്റെ ഇങ്ങനെ കറക്കവും ഒച്ചയും ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഒന്ന് നിർത്താൻ തോന്നി. അപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. നമ്മൾ സൈക്കിൾ അവിടെ ഉണ്ട് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ഇത്. ഇവിടെ നിന്ന് കടകളൊന്നുമില്ല, പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, 2-3 പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. കുറേ ദൂരം വന്നു കഴിയുമ്പോൾ ഏരിയ അങ്ങനത്തെ ഏരിയയാണിത്. കണ്ടില്ലേ, റോഡ് നല്ല റോഡാണ് കേട്ടോ. കണ്ടില്ലേ, ലാക്പത്തിലേക്ക് ഇനി 54 ഡയപ്പർ 27 കിലോമീറ്റർ. ശരിക്കും ഇപ്പോൾ ലേറ്റ് ഇല്ല, ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ്. കാരണം സൈക്കിള് ചവിട്ടാൻ പറ്റണം, കാരണം അമ്മാതിരി പണിയായിട്ടേക്കണം. ക്യാരിയർ ഒടിഞ്ഞ് ഇടങ്ങേറായിരിക്കണേ. എന്നിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം ഉള്ള കോണ്ടാക്റ്റൊക്കെ വിളിച്ച് നോക്കിയാൽ അവസാനം നമ്മുടെ അമിത് ബ്രോനെ വിളിച്ച്, അമിത് ബ്രോ അഹമ്മദാബാദിൽ ഞാൻ ഒരു ദിവസം സ്റ്റേ ചെയ്തില്ലായിരുന്നു, ഒരു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വിളിച്ച് ആളുടെ ഒരു കോണ്ടാക്റ്റ് വെച്ച് ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും സൈക്കിളൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ക്യാരിയർ ലഗേജും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വേറൊരാളുടെ കോണ്ടാക്ട് ചെയ്യുന്ന ആളെ വിളിച്ചപ്പോൾ എനിക്ക് ആൾ എന്നോട് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മിക്കവാറും ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നാളെ രാവിലെ ഇവിടെ ബൂജി പോയിട്ട് ചെയ്യാമെന്നാണ് അമിത് ബ്രോ പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും നോക്കണം, ആൾ വന്നിട്ടേ ഒന്ന് നോക്കിയിട്ട് വേണം എന്തായാലും ചെയ്യാൻ. ആകെ പെട്ടുപോയ അവസ്ഥയാണ് ശരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവുന്നേ. ഞാൻ പകുതി കുറേ ദൂരം തള്ളിയാൻ, പക്ഷേ തള്ളെന്ന് പറഞ്ഞാൽ ഇത്രയും രാത്രിയായി, പറ്റാവുന്ന അത്ര നോക്കി ഞാൻ. അപ്പോൾ ആള് വരാമെന്ന് പറഞ്ഞു. എന്തോ വളരെ ഭാഗ്യമുണ്ട്, ആള് ഇപ്പോൾ വരും ഏകദേശം. അപ്പോൾ ആളെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. സൈക്കിള് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു സൈക്കിൾ ഷോപ്പിൽ വന്നു. അപ്പോൾ ആള് ഫുൾ ഓൾട്രേഷൻ ചെയ്ത് സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞാൽ. അപ്പോൾ അതേ നമ്മൾ കടയിലുണ്ട്. അയ്യാ ജസ്റ്റ് ഹായ്, യെസ് വീഡിയോ യൂട്യൂബ്. ഇയാളാണ് നമ്മൾ വന്ന ഭയ്യ താങ്ക് യു ഭയ്യ. അപ്പോൾ സുബാമി ആയിക. അങ്ങനെ ഞാനിപ്പോൾ പെട്രോൾ പമ്പിൽ വന്ന് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടാ. ഇതാണ് പെട്രോൾ പമ്പ്. ഇവിടെ ഇന്ന് അടച്ചിട്ടേക്കുന്നുണ്ട്, അതായത് ഇന്ന് വർക്കിംഗ് അല്ല. അപ്പോൾ ഇവിടെ ആളുണ്ട്, അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ സൈക്കിളിൻ്റെ അപ്പോൾ നാളെ പുള്ളി രാവിലെ ഒരു 10 മണിക്കുള്ളിൽ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന ടൈം ലേറ്റ് ആവും, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ആ സൈക്കിള് സെറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും. അപ്പോൾ പുള്ളി എന്താ പറയുക, എന്തോ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഫുൾ അലൂമിനിയം കൊണ്ടേ പെട്ടെന്ന് ഇതാവില്ല, വെൽഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളി വേറെന്തോ പരിപാടിയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്തായാലും സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കിട്ടിക്കാൻ ഉപകാരമാണ്. അപ്പോൾ ആളിപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാനാണ് നമ്മുടെ ബ്രോ. അപ്പോൾ ആദ്യം എനിക്ക് നന്ദി പറയണത് നമ്മുടെ അമിത് ബ്രോനോടാണ് പറയേണ്ടത്. കാരണം പുള്ളീനെ കോണ്ടാക്ട് ചെയ്ത പുള്ളി അപ്പം തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ ഒരാളെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒരാളെ വിളിച്ചിട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ വിളിച്ച് കോൺഫറൻസ് കോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ എനിക്കപ്പോൾ തന്നെ നമ്പർ അയച്ചു, നീ വിളിച്ചോ ആൾ വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആൾ വന്ന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അല്ലെങ്കിൽ പെട്ടുപോയനെ, കാരണം ആ റൂട്ടെന്ന് പറഞ്ഞൊരു കട പോലും ഇല്ല. അപ്പോൾ പുള്ളിയുടെ വണ്ടിക്ക് വെച്ചിട്ട് വന്ന്
കൊണ്ടുപോയി ഇതാക്കി. അപ്പോൾ ഇവിടെ പമ്പിൽ അമ്മ ടെൻ്റ് അടിച്ചോളാന്ന് പറഞ്ഞു. അതാണ് ഞാൻ വന്ന്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നാളെ നമുക്ക് നോക്കാം എന്താ എങ്ങനെ സംഭവം. അപ്പോൾ എന്തായാലും ശരി എന്നാൽ.